എല്ലാവർക്കും ഇരിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 ആണ്ടിലെ നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാപന പെരുന്നാൾ കൊണ്ടാടുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് 175ാമത് പ്രതിഷ്ഠാപനം കൊണ്ടാടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്തിരിക്കുന്നു. നമ്മെ ഈ മഹത്വമേറിയ ദേവാലയത്തിലേക്ക് കൂട്ടിവരുത്തിയിരിക്കുന്നു. ഈ ആരാധന സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി ദൈവനാമത്തിൽ വികാരിച്ചനോട് ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പെരുന്നാൾ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛൻ, അതോടൊപ്പം തന്നെ സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, കൈക്കാരന്മാർ അവരവിടെ വന്ന് ബിഷപ്പോസി വന്ന് ക്ഷണിച്ചിരുന്നു. അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കൈക്കാരന്മാർ, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഡയസിസ് കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട ബെന്നച്ചൻ, കൊച്ചമ്മ, അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് ഇത് മഴക്കാലമാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു മാസമാണ്, മഴക്കാലമാണ്. മിഥുനം കർക്കിടകം എന്ന് പറയുന്ന മാസമാണ്. കഴിഞ്ഞ ദിവസം വരെയും വളരെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ അല്പം മഴ കുറവുണ്ട്. വെള്ളപ്പൊക്കം നമുക്കിവിടെയില്ല. മണ്ണിടിച്ചിലും മഴയും കാറ്റുമൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വെള്ളമെല്ലാം താഴ്വാരങ്ങളിൽ ചെന്നു. തീരപ്രദേശങ്ങളിലും കുട്ടനാടൻ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുക. മഴയില്ലെങ്കിലും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മഴക്കാലം എല്ലായിടത്തും വ്യത്യസ്തമായ രീതിയിൽ അത് അനുഭവപ്പെടുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങളിലൂടെ ജനം കടന്നു പോവുകയും ചെയ്യും. ദൈവം അത്ഭുതമായി നമ്മളെ സൂക്ഷിക്കുന്നു. ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരയറ്റും. പ്രത്യേകിച്ച് ഈ പെരുന്നാൾ എത്രയും മംഗളകരമാക്കി തീർക്കുവാൻ വേണ്ടി ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന സഭയുടെ ഭരണസമിതി അംഗങ്ങളോടൊപ്പം എത്രയും പ്രിയപ്പെട്ട ഗായസംഘ അംഗങ്ങൾ, അതുപോലെ തന്നെ മേളക്കാർ, മറ്റ് വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റും. ഈ പെരുന്നാൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രത്യേകമായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. പ്രിയപ്പെട്ട ആൽബർട്ട് സാറ് ഉണ്ട്. സാറിനെയും വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാനും ഇവിടെ ആരാധനയ്ക്ക് ഒരുമിച്ച് സംബന്ധിപ്പാനിടയായതിലും അതിയായ സന്തോഷം. ഞങ്ങൾ കുടുംബമായിട്ടുള്ള എല്ലാവിധമായ പെരുന്നാൾ മംഗളങ്ങളും 175ാമത് പള്ളിപ്രതിഷ്ഠാ പെരുന്നാളിൽ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് CSI ഇടവകയ്ക്ക് നേരുന്നു, ആശംസിക്കും. ഇന്ന് നമ്മൾ പാഠമായിട്ട് വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ അനേക കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലന്റെ വിശ്വാസ തീക്ഷ്ണതയും ഒരു ദേവാലയം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ എന്തിനു വേണ്ടി അത് പ്രതിഷ്ഠിക്കപ്പെട്ടു, അതെങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി ചിന്തിക്കുന്നത്. എല്ലാ വർഷവും നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തീകരണത്തിന് കാരണമാണ് എന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഇന്നത്തെ വചന കേൾവിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് ഒരു വേദഭാഗം ആധാരമായിട്ട് വായിക്കട്ടെ. മറ്റ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളെല്ലാം വിശുദ്ധ സുവിശേഷം ഉൾപ്പെടെ അതിൽ ഉണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. വാക്യം ഇതാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 15, 16 എന്നീ വാക്യങ്ങൾ. ദിനവൃത്താന്തങ്ങൾ, 2 ദിനവൃത്താന്തങ്ങൾ 7-ാം അധ്യായം 15, 16 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യമാകുന്നു. അത് സലോമോൻ രാജാവിനോട് യഹോവയാകുന്ന ദൈവം പ്രത്യക്ഷമായി അരുളി ചെയ്ത വചനങ്ങളുമാകുന്നു, യഹോവയുടെ വചനങ്ങളാകുന്നു. ഇപ്രകാരം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്തു വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ,
അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് തന്ന സഭയുടെ 175ാമത് പ്രതിഷ്ഠാപന പെരുന്നാൾ കൊണ്ടാടുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. 175 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവെ അങ്ങ് നൽകിയ ദർശനവും അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെയും ഞങ്ങളെയും തേടിയെത്തിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷവും നിരന്തരമായി തുടർച്ചയായി അങ്ങ് ആരാധിപ്പാൻ അവർ കാണിച്ച താല്പര്യവും അതിനുവേണ്ടി അവർ നിർമ്മിച്ച ദേവാലയവും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കും. പുതുക്കിപ്പണിത ഈ ദേവാലയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റും. തലമുറകളിലേക്ക് അങ്ങയുടെ വിശ്വാസം കൈമാറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. കുറവുകൾ വീഴ്ചകൾ അനവധിയാണ്. എന്നാൽ അങ്ങയുടെ സ്നേഹം ഇപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന മഹാകരുണയ്ക്കായി അങ്ങയെ സ്തുതിക്കും. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ കേട്ട് അങ്ങയുടെ പക്ഷം ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ മധ്യേ ഉള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോ അച്ഛൻ, കൊച്ചമ്മ നമ്മുടെ ഈ ഇടവക അംഗം കൂടെ ആകുന്നുവല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട MS സെബാസ്റ്റ്യൻ സാർ, കൊച്ചമ്മ നമ്മുടെ ഉപസഭയിലെ മഹത്വമേറിയ ശുശ്രൂഷകൾ അവർ ചെയ്യുന്നു. അവരെല്ലാം ഓർ ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി കരയറ്റും. സലോമോൻ രാജാവ് ദേവാലയം പണിതു. 7 വർഷം കൊണ്ട് അത് പണി പൂർത്തീകരിച്ചു എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗത്തിൽ തൊട്ട് മുമ്പായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലും അതുപോലെ 8-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും അതോടൊപ്പം തിരുവൃത്താന്തങ്ങളിൽ ഈ ഭാഗത്തും 2-ാം പുസ്തകത്തിൽ ഈ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കും. ദൃശ്യമായ ആരാധന ആലയമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നിർവഹിച്ചത് എന്ന് കാണാം. ആരാധന അതിനു മുമ്പും ഉണ്ടായിരുന്നു. യഹോവയായ ദൈവത്തെ അതിനു മുമ്പും ആരാധിച്ചിരുന്നു. എന്നാൽ ആ ആരാധന ആലയങ്ങൾ സഞ്ചരിക്കുന്ന ആരാധന ആലയങ്ങളായിരുന്നു, അല്ലെങ്കിൽ കൂടാരങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാം. അത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിൽ അവരുടെ 40 വർഷത്തെ യാത്രയിൽ ദൈവ ആരാധനക്കാരുടെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അരുളപ്പാട് നിമിത്തം മുഖാന്തരം അരുളപ്പാടിലൂടെ മോശ അത് അവർക്ക് നിർമ്മിച്ചു നൽകി എന്ന് കാണുവാൻ സാധിക്കും. ഒരു സ്ഥലത്ത് അവർ താമസിക്കുമ്പോൾ ഈ ആരാധന കൂടാരങ്ങളും അടിച്ചിരുന്നു. ഒരു കാലഘട്ടം വരെ അത് ജനങ്ങളുടെ പാർക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് പാളയത്തിന് പുറത്ത് അടിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. സമാഗമന കൂടാരം എന്നതിന് പേരിട്ടതായിട്ട് കാണുവാൻ സാധിക്കും. ഈ മരുഭൂമി യാത്രയ്ക്ക് മുമ്പും ദൈവത്തെ ആരാധിച്ചിരുന്നു, യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നു. അതും ഇസ്രായേൽ മക്കളുടെ രീതിയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഏതാണ്ട് 430 വർഷവും മിസ്രയീമിൽ അവരെ ഈ ദൈവത്തെ തന്നെയാണ് ആരാധിച്ചത്. അതിനു മുമ്പും മിസ്രയീമിൽ വരുന്നതിന് മുമ്പും ഈ ദൈവത്തെ അവർ ആരാധിച്ചിരിക്കുന്നു. വിശ്വാസികളുടെ പിതാവായ ഇസ്രായേലിൻ്റെ പിതാവായ അബ്രാഹാമിലൂടെ. അബ്രാഹാമാണുള്ള വിശ്വാസികളുടെ പിതാവ്. അബ്രാഹാമിനാണ് ദൈവം വിളിച്ചത്. അബ്രാഹാമിനെ ദൈവം വിളിച്ചു, അബ്രാഹാമാക്കി അനുഗ്രഹങ്ങൾ നൽകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിനെ, അബ്രാഹാമിൻ്റെ പുത്രൻ്റെ പുത്രൻ യാക്കോബിനെ ഇസ്രായേൽ എന്ന പേർ മാറ്റി ഇടുകയും ആ യാക്കോബിലൂടെ ജനിക്കുന്നവർ അബ്രാഹാമിൻ്റെ സന്തതി അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുകയും ചെയ്തു. ആ സന്തതി പരമ്പരകളെ ആരാധന രീതികളാണ് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരോട് ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ദൈവം കൊടുത്ത കൽപ്പനകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാമാണ് ഇന്ന് ക്രിസ്തു സഭയുടെയും അതുപോലെ തന്നെ എല്ലാ നന്മയുടെയും സന്മാർഗത്തിൻ്റെയും അടിസ്ഥാന രേഖകൾ എന്ന് നമുക്ക് കാണുവാൻ. ഇന്ന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ചാൽ ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്, കൽപ്പനകളാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവരുടെ ഭരണത്തിന് അത് ആധാരമായിരിക്കുന്നെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എത്രയും പ്രധാനപ്പെട്ടതാണ് ഈ രേഖകൾ. ഇവിടെ സലോമോൻ രാജാവിനോട് ദൈവം പറയുന്ന കാര്യം ഇതാണ്. സലോമോൻ രാജാവിൻ്റെ ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന ഇതായിരുന്നു: ദൈവമേ, അതിമഹത്തായ ഒരു ആലയം ഞാനിവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ആ പണിയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. എത്ര മഹത്വമേറിയ ആലയമായിരുന്നു അത്.
അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞിരുന്നു, അതിൻ്റെ ഉൾവശം മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെള്ളിയിൽ തീർക്കുകയും പൊന്നുകൊണ്ട് പൊതിയുകയും ചെയ്തിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വില കൂടിയ ഏറ്റവും നല്ല മരങ്ങൾ അതിനുപയോഗിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നെല്ലാം പൊന്നും വെള്ളിയുമായിരുന്നു, തനി തങ്കമായിരുന്നു, സ്വർണം പോലെ തിളങ്ങുന്ന താമ്രപാത്രങ്ങളായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുമാത്രം മഹത്വപൂർണ്ണമായിട്ട് അത് പണിയാമോ അത്രയും മഹത്വപൂർണ്ണമായിട്ട് ആ ദേവാലയം പണി കഴിപ്പിച്ചു. അതിന് സലോമോന് ദൈവം ജ്ഞാനം നൽകി. ദാവീദ് രാജാവാണ് അത് അതിയായി ആഗ്രഹിച്ചതെന്നാൽ ദാവീദ് രാജാവിനോട് ദൈവം പറഞ്ഞു, നീ അല്ല പണിയേണ്ടത്, നിന്റെ മകൻ പണിയും. നിനക്കൊരു മകനുണ്ടാകും, ആ മകനാണ് പണിയേണ്ടത്. അവനൊരു സമാധാന പുത്രനായിരിക്കും. ആ കാലഘട്ടങ്ങളിൽ നിന്റെ കാലത്തുണ്ടായിരുന്ന പോലെ യുദ്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങളും അവന് അനുകൂലമായി വരുന്നത് കൊണ്ട് അവൻ വളരെ ഭംഗിയായി ഈ ആലയം പണിതീർക്കും. മാത്രമല്ല അനേക ജാതികൾ അവിടെ വന്ന് ഇതിൻ്റെ മഹത്വവും കാണുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആലയം പണിതീർത്തതിന് ശേഷം അതിൻ്റെ അവിടെ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇന്ന് നമുക്ക് 3-5 മറ്റേ മുത്തുക്കുടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്ന. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഈ പാരമ്പര്യം കിട്ടിയത്? മുത്തുക്കുടകളെയും അതുപോലുള്ള കാര്യങ്ങളെയും വിമർശിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പുറമേയും ഉണ്ട്. എന്നാലും ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആൾക്കാർ ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ഇതെവിടെ നിന്നാണ് അങ്ങനെ ഒരു സമർപ്പണം കിട്ടിയത്? എങ്ങനെയാണ് ആൾക്കാർ പ്രത്യേകമായ കാഴ്ചകൾ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ഉപകരണങ്ങൾ ആലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചാൽ യെരുശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിക്കായി, അവിടുത്തെ ആരാധനാ ക്രമീകരണങ്ങൾക്കായി വിശ്വാസ സമൂഹം അർപ്പിച്ചിരുന്ന അർപ്പണങ്ങളെക്കുറിച്ച് കേട്ടാൽ നമ്മൾ തലയെ കൈവച്ച് പോകും. അത്രയും കാര്യങ്ങളാണ് ഒരു ദൈവത്തിന് വേണ്ടി അർപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇതെല്ലാം. വളരെ പ്രാർത്ഥനാപൂർവം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ ആ സമർപ്പണങ്ങളെ കാണുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. അത് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ എല്ലാ ആലയങ്ങളിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതെല്ലാം വിശ്വാസ സമൂഹം അവർ അർപ്പിച്ചതാണ് ദൈവാലയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ തന്നെയാണ് നമ്മളത് പ്രതിഷ്ഠിക്കുന്നത്. ഈ ദേവാലയ ഉപയോഗത്തിനായി ഈ വസ്തുക്കൾ നമ്മൾ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിലെ ഉപയോഗത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച സാധനങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. ഈവൻ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പോലും നല്ലൊരു കാര്യമാണ്. കാരണം ദേവാലയത്തിൽ ഉപയോഗത്തിന് വേണ്ടിയാണ് അത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഓരോരോ കാലഘട്ടങ്ങളിലും സമർപ്പിക്കുന്നതൊക്കെ കാണാം. ഇവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ഇങ്ങനെ ദൈവാലയത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നു ഇവർ ജനങ്ങൾ, പ്രഭുക്കന്മാർ അവരുടെ കഴിവിന് ഒത്തവണ്ണം അവർ അർപ്പണങ്ങൾ അർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സലോമോൻ്റെ ഒറ്റ ഒരു ആഗ്രഹം ഇതായിരുന്നു. ദൈവമേ, നമുക്കറിയാം സലോമോൻ മഹാബുദ്ധിമാനായിരുന്നു അല്ലേ. സലോമോൻ്റെ അത്രയും ബുദ്ധിയുള്ള ആള്, ജ്ഞാനമുള്ള ആള് അതിന് മുമ്പോ അതിന് ശേഷമോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ദൈവമാണ് അവന് ബുദ്ധി നൽകിയത്. അവൻ്റെ ആഗ്രഹമായിരുന്നു, ജനത്തെ നേരോടെ ന്യായപാലനം ചെയ്യുവാൻ എനിക്ക് പ്രാപ്തിയില്ല, അത് നിന്റെ ജനമാണ്, അതുകൊണ്ട് നിന്റെ ഈ മഹാജനത്തെ പരിപാലിക്കാൻ, ഏറ്റവും ന്യായമായ രീതിയിൽ നീതിയായി പരിപാലിക്കാൻ അതിനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് മാത്രമേ സലോമോൻ പ്രാർത്ഥിച്ചു. സലോമോൻ്റെ പ്രാർത്ഥനയിൽ ഇഷ്ടപ്പെട്ട, ആകൃഷ്ടനായ, സാധാരണ ഭാഷ പറഞ്ഞാൽ പ്രസാദം തോന്നിയ ദൈവം അവൻ ആവശ്യപ്പെട്ടതിനപ്പുറമായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും നൽകുകയും അതോടൊപ്പം തന്നെ മഹത്വം കൊടുക്കുകയും ധനം ധാരാളമായിട്ട് കൊടുക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. സമ്പത്ത് അവനുണ്ടായിരുന്ന അത്രയും സമ്പത്ത് വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണാൻ സാധിക്കും. അത്രയും ധനവും മാനവും ജ്ഞാനവും നൽകി സലോമോനെ ദൈവം അനുഗ്രഹിച്ചു. ആ സലോമോൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞാനൊരു ആലയം പണിതിരിക്കുക. സലോമോന് കൃത്യമായിട്ട് അറിയാം, ദൈവം ദൈവാദി ദൈവമാണ്. അവൻ സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ വാണരുളുന്ന ദൈവമാണ്. സ്വർഗമാണ് അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ ഈ ദൈവത്തെ എങ്ങനെ ഒതുക്കാൻ സാധിക്കും?
അത് കൃത്യമായിട്ടും അറിയാവുന്ന ഒരു ജ്ഞാനിയായ രാജാവാണ് ശലോമോൻ. അതുകൊണ്ട് തന്നെ ശലോമോൻ പറയാണ്, ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം, അങ്ങയുടെ കൃപാകടാശങ്ങൾ, അങ്ങയുടെ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞ അങ്ങയുടെ ഒരു നോട്ടം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം. കാരണം അങ്ങയുടെ മക്കൾ ഇവിടെ വന്ന് അത് പറയുമ്പോൾ അത് അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കണം എന്നാണ് എൻ്റെ സാർ. അതാണ് ഇവിടുത്തെ പ്രാർത്ഥന. പറഞ്ഞ അനേക കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ദൈവം നേരിട്ട് ശലോമോന് പ്രത്യക്ഷനായി പറഞ്ഞതാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശലോമോൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ആലയം പ്രതിഷ്ഠയ്ക്ക് ശേഷം ദൈവം വീണ്ടും പ്രത്യക്ഷനായി പറഞ്ഞതാണ് എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 11-ാം വാക്യം അതാണ് ഇന്ന് നമ്മൾ ആധാരമായിട്ട് വായിച്ച വേദഭാഗം. അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: ദൈവമേ, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും എന്ന് അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ശലോമോനോട് ദൈവം പറയാണ്, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. അവിടെയാണ് ഒരു ആലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ്. എവിടെയെല്ലാം മറ്റ് വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ സാധിക്കും, എവിടെയെല്ലാം ദൈവ ആരാധനയ്ക്ക് വേണ്ടി സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട് എന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. അത് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഈ ആലയവും പ്രതിഷ്ഠിച്ചപ്പോൾ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇത് തന്നെയാണ്: ദൈവമേ, ഇവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതാണ് പ്രാർത്ഥന. അത് നമ്മൾ വിശ്വസിക്കും. നമ്മളിവിടെ പള്ളിയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ബോധ്യവും ഉണ്ടായിരിക്കണം. എന്താ ബോധം വേണ്ടത്? എന്താണ് ബോധ്യം വേണ്ടത്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം. ദേവാലയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ആ ഒരു 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 നിശ്ചയം നമുക്കുണ്ടായിരിക്കും, ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കും. ദേവാലയത്തിലേക്കാണ് പോകുന്നത്, ദേവാലയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയും ഹൃദയവും ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞ കണ്ണ്, മറ്റു വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കണ്ണെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കണ്ണിവിടെയുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ കണ്ണിവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെല്ലാം കാണും അല്ലേ? ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവം നമ്മളെല്ലാം കാണുന്നു അല്ലേ? എല്ലാവരെയും കാണുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു പൈതങ്ങളെ കാണുന്നുണ്ട്, പ്രായമുള്ളവരെ കാണുന്നുണ്ട്, ചെറുപ്പക്കാരെ കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട് അല്ലേ? കാണുന്നുണ്ടായിരിക്കുമോ? ഉത്തരം പറയട്ടെ, കാണുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടി ഇവിടെയുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം കാണും. ഓർത്തിരിക്കണം, ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണും. ദൈവത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ പുറമേയും ദൈവം കാണും. നമ്മുടെ പുറമേയും ഉള്ളേയും ഉള്ളാലും കാണുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മറന്നു പോകാം. ആ ഒരു ബോധവും ബോധ്യവും എന്ന് നമ്മൾ കുറഞ്ഞു പോകുന്നുവോ, നഷ്ടപ്പെടുന്നുവോ, അപ്പോൾ ആ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് കുറഞ്ഞു പോകും എന്ന് മറന്നു പോകും. ദൈവാലയത്തിൽ നമ്മൾ വരുമ്പോൾ ആ ഒരു വിശ്വാസത്തോടെ വരേണ്ടതാണ്. അതിനാണ് ഒരുക്കം എന്ന് പറയുന്നത്. ദേവാലയത്തിൽ വരുന്നതിനെക്കുറിച്ചുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ദേവാലയ പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ പുരോഹിതന്മാരുടെ ഒരുക്കത്തെക്കുറിച്ചും ജനങ്ങളുടെ ഒരുക്കത്തെക്കുറിച്ചും ഒക്കെ വളരെ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് അത് അവിടെ അതാതിൻ്റെ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ മേഘം ദേവാലയത്തിൽ നിറഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷയ്ക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അത്രയും വിശുദ്ധിയോടെയാണ് എന്ത് ചെയ്തത്? ആലയം പ്രതിഷ്ഠിച്ചത് എന്നതിന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, ദൈവിക അനുഗ്രഹങ്ങൾ വരുന്നത് ദൈവവുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ്. അത് എന്ന് പറയുന്നത് വിശുദ്ധിയുടെയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കും. വിശദീകരണമാണ് ദൈവാലയത്തിൻ്റെ പ്രത്യേകത. ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ആൾക്കാരുടെയും പ്രത്യേകത അതാണ് വേണ്ടത്. കാരണം ദൈവം വിശുദ്ധനാണ്. വേദഭാഗങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. വിശുദ്ധരാകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? യാഗങ്ങൾ ക്രമീകരണം ചെയ്തത് കാണുവാൻ സാധിക്കും. ഇന്നും ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് ഒരേ ഒരു മാനദണ്ഡം വിശുദ്ധീകരണം മാത്രമാണ്. അതിന് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മാർഗങ്ങളെ ഒരുക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്നേക്ക് 175 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ ഒരു ആലയം പണിവാൻ ഇടയായി തീർന്നു. അന്നത്തെ ആലയം, അന്നത്തെ കുടിവരം. ചരിത്രം ഞാൻ വീണ്ടും പറയുന്നില്ല. ഇന്ന് നമുക്കിത് ഏറ്റവും മലമുകളിലുള്ള ഒരു ആലയം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ തലമുറ ഞാനും പറയുമായിരിക്കും, കർത്താവെ, ഇത് ചാലമറ്റത്തോ മേലുകാമറ്റത്തോ ഇരുമാപ്പുറമറ്റത്തോ ആയിരുന്നെങ്കിൽ
ഞങ്ങൾക്ക് ഈ കയറ്റം കയറേണ്ടി വരിയില്ലായിരുന്നല്ലോ എന്ന്, അല്ലേ? ഓർത്ത് പോകും. സാധാരണ പറയാറുണ്ട് നമ്മുടെ ദേവാലയങ്ങളെല്ലാം മലമുകളിലാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മലമുകളിലാണ്. കാരണം ദേവാലയം സ്ഥാപിക്കപ്പെട്ട നാളിൽ ആളുകൾ വസിച്ചിരുന്നത് അവിടെ മാത്രമാണ്. മലമുകളിൽ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ മാത്രമാണ് ആളുകൾ താമസിച്ചിരുന്നത്. അപ്പോൾ ആളുകൾ താമസിക്കുന്നിടത്താണ് ദേവാലയം വേണ്ടത്. അങ്ങനെ സുരക്ഷിതമായ മറ്റ് കാട്ടുമൃഗങ്ങളുടെയും 2 തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് ആദ്യകാലങ്ങളിൽ. ആദ്യകാലം എന്ന് പറഞ്ഞാൽ മനുഷ്യ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്, മറ്റൊന്ന് ശത്രുക്കളുടെ ശല്യമാണ്, അല്ലെങ്കിൽ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യമാണ്. ആ ശല്യങ്ങളിൽ നിന്ന് എളുപ്പത്തിനും കടന്നു വരാതിരിക്കാൻ വേണ്ടി, അഥവാ കടന്നു വന്നാൽ അവരെ നേരിടാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി അവർ ഇപ്രകാരമുള്ള ഇടങ്ങളിലാണ്, ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ആദ്യകാലങ്ങളിൽ മനുഷ്യൻ വസിച്ചിരുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരും അവരുടെ പ്രയാണകാലങ്ങളിൽ അവരിവിടെ വന്ന് താമസം ഉറപ്പിച്ചു. നല്ല നല്ല സ്ഥലങ്ങൾ, താമസിക്കാൻ കൊള്ളാവുന്ന ഇടങ്ങൾ, സുരക്ഷിതമായി താമസിക്കാൻ കൊള്ളാവുന്ന ഇടങ്ങൾ അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ അവരിവിടെ താമസിച്ചിരുന്നു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാണുവാൻ സാധിക്കും. ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവർ നല്ല അധ്വാനശീലരായിരുന്നു. ധാരാളം കൃഷിദേഹങ്ങൾ അവർക്കുണ്ടായിരുന്നു, സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതികൾ ഉണ്ടായിരുന്നു എന്നതാണ് ബുദ്ധിമുട്ട്, ഭാരം എന്ന് പറയുന്നത്. അതിനെ അതിജീവിപ്പാൻ അവർ പരിശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അവർക്ക് മനസ്സിലായത് ഇതാണ്: എഴുത്തും വായനയും പഠിച്ച് അറിവ് നേടിയേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആ അറിവ് എങ്ങനെ പറന്ന് കിട്ടിയെന്നറിയത്തില്ല. നമ്മളെക്കാളും ബുദ്ധിമാന്മാരായിരുന്നു അവരെന്ന് പറയാതിരിക്കാൻ തരമില്ല. നമ്മുടെ പിതാക്കന്മാർ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരായിരുന്നു. അവർക്ക് മനസ്സിലായി എഴുത്തും വായനയും പഠിക്കാതെ, അറിവ് നേടാതെ എന്ത് ചെയ്തില്ല? അറിവ് നേടാതെ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല ഏതൊരു മേഖലയിലും. അതുകൊണ്ട് അറിവ് നേടണം എന്നവർ ആഗ്രഹിക്കുകയും, അറിവ് നേടണമെന്ന് ആഗ്രഹിച്ച് അവിടെ ഇരിക്കുക മാത്രമല്ല, അവർ പലതവണ പള്ളത്ത് ഹെൻറി ബേക്കർ സാഹിബിൻ്റെ ഭവനത്തിൽ പോയി കാണുകയും അദ്ദേഹത്തെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു എന്നത് ചരിത്രം. അതുകൊണ്ട് നമ്മുടെ ജനം ഇപ്രകാരം അറിയപ്പെടുന്നു: അറിവ് ചോദിച്ചു വാങ്ങിയ ഒരു കൂട്ടം ജനം. അറിവ് ചോദിച്ചു വാങ്ങിയവരാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവരെ ഹെൻറി ബേക്കർ ജൂനിയറിനെ ഇങ്ങോട്ട് അയക്കാനായിട്ടല്ല, ഇങ്ങോട്ട് വരാനായിട്ട് തടസ്സമായി നിന്നത് വേറെ ഒന്നുമായിരുന്നില്ല. ഒന്ന് അദ്ദേഹത്തിന് തിരക്കായിരുന്നു. തിരക്കാണെങ്കിലും സുവിശേഷം അറിഞ്ഞില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം എത്തിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അച്ഛ അല്ലെങ്കിൽ സായിപ്പേ, ഇവിടെ ധാരാളം വേലകളുണ്ട്, ധാരാളം സ്ഥലങ്ങളിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ട് മതി അങ്ങോട്ട് പോകാൻ. കാരണം ഒന്ന്, ഇവിടുന്ന് 45 മൈൽ ദൂരമുണ്ട് കോട്ടയത്തിൽ നിന്ന് ഇങ്ങോട്ട്. ഏറ്റുമാനൂർ അപ്പുറം വരെ കാടാണ്. അതിലുണ്ട് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. ഇവിടെ നടന്നെത്തുക എന്ന് പറഞ്ഞ് നടന്നെത്താനേ പറ്റത്തുള്ളൂ. അത് വളരെ ദുഷ്കരമാണ്. അനേക തോടുകൾ, പുഴകളൊക്കെ ഉണ്ട്. കാട്ടാന, കാട്ടുമൃഗങ്ങൾ, കാട്ടുപോത്തുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് താണ്ടി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നീടാകാം എന്ന് പറഞ്ഞു. എന്നാൽ പലതവണത്തെ അവരുടെ നിർബന്ധം, ഇവിടുന്ന് പോയ പിതാക്കന്മാരുടെ നിർബന്ധം മൂലം അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. അവരിവിടെ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 175 വർഷം മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ആ അറിവ് സ്വീകരിച്ചു. സത്യ അറിവ് സ്വീകരിച്ചു. സത്യവേദം അവർ സ്വീകരിച്ചു. അന്ന് പഠിക്കാനുള്ള ഒരേ ഒരു മുഖാന്തരം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് അന്ന് വേദപുസ്തകമാണ്. എഴുതപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. അത് നോക്കിയാണ് വായിക്കുന്നത്, പഠിക്കുന്നത്. അത് പിതാക്കന്മാർ മാത്രമല്ല, ആ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകമാണ്. അതാണ് വായിക്കാൻ കൊടുത്തിരുന്നത്. ഇംഗ്ലീഷ് പഠിച്ചിരുന്ന ആൾക്കാർ ഈ വേദപുസ്തകം വായിച്ചാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റെല്ലാവരും, പ്രായമുള്ള പല ആൾക്കാരും സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വേദപുസ്തകം വായിച്ചാണ്, കിങ്സ് ജെയിംസ് വേർഷൻ വായിച്ചാണ് അത് ഇംഗ്ലീഷ് അവർ പഠിച്ചത്, ഒറിജിനൽ ഇംഗ്ലീഷ് അവർ പഠിച്ചത് എന്ന് പറയാറുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിനുശേഷമാണ് മറ്റു പുസ്തകങ്ങൾക്ക് എഴുതിയത്. നോവൽ അതുപോലുള്ള കാര്യങ്ങൾ പിന്നീടാണ് വന്നത്. നാടകങ്ങൾ എഴുതപ്പെട്ടത് അതിന് ശേഷമാണ്. കാരണം അതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് പിന്നീടുള്ള തലമുറയാണ്. അതിനു മുമ്പ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ, ഭാഷ പഠിക്കാൻ പറ്റിയ, ചരിത്രം പഠിക്കാൻ പറ്റിയ, സംഗീതം പഠിക്കാൻ പറ്റിയ, ഗദ്യം പഠിക്കാൻ പറ്റിയ, പദ്യം പഠിക്കാൻ പറ്റിയ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ, ലോക ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു പുസ്തകം വിശുദ്ധ വേദപുസ്തകമായത്. അതന്ന് അറിവ് നേടിയ എല്ലാ ആൾക്കാരും ഇത് വായിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ അറിവ് നേടി.
നമ്മളൊക്കെ ഈ നിലയിലായി. ചുരുക്കം പറഞ്ഞാൽ, ഈ ഞാനിന്നിവിടെ നിൽക്കുന്നതും നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നതും ഈ വലിയ ആലയത്തിൽ മഴ നനയാതെ ഇരുന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആരാധിക്കുന്നതും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നമ്മുടെ പിതാക്കന്മാർ അവരൊരു തീരുമാനമെടുത്തു ഈ വിശ്വാസം സ്വീകരിക്കാൻ, ഈ ദൈവത്തെ സ്വീകരിക്കാൻ അവർ തീരുമാനമെടുത്തു. അറിവ് അവർക്ക് വന്നപ്പോൾ എന്താണോ അവർക്ക് അറിയാതിരുന്നത് അവരത് അറിഞ്ഞപ്പോൾ അവർ ഈ വെളിച്ചം സ്വീകരിച്ചു, ഈ ദൈവത്തെ അവർ കൈക്കൊണ്ടു. അന്ന് അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ പിതാക്കന്മാർ വളരെ വേഗത്തിൽ ഇത് ഗ്രഹിച്ചിരുന്നു എന്നാണ്. അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മേക്കാൾ പ്രാപ്തി ഉണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ ഒരു തവണ പറഞ്ഞാൽ മതി, അവർക്ക് വേറെ രണ്ടാമത് പറയേണ്ടതില്ല. അത്രയും ഗ്രാഹ്യം അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജ്ഞാനം സമ്പാദിക്കാനുള്ള വ്യഗ്രത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിച്ചപ്പോൾ ഉടനെ അവർക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഹെൻറി ബേക്കർ അതിന് സമ്മതിച്ചില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹെൻറി ബേക്കർ സമ്മതിച്ചില്ല. ഹെൻറി ബേക്കറിനൊരു കാര്യമുണ്ടായിരുന്നു, ഇവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചാണോ ഈ സ്നാനപ്പെടണമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇവർ വിശ്വസിച്ചിട്ടാണോ സ്നാനപ്പെടണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരുടെ വിശ്വാസം പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ നമ്മൾ ഈ ക്രിസ്തുവിനെ, ഈ ദൈവത്തെ രക്ഷിതാവായും കർത്താവായും ദൈവമായും അംഗീകരിച്ചു എന്ന് അവർക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അവരെ, നമ്മുടെ പിതാക്കന്മാരെ സ്നാനപ്പെടുത്തിയത്. അതിന് തെളിവായി അതിനെക്കുറിച്ചുള്ള രേഖകളുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കുറിച്ചുള്ള ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം. നമ്മുടെ പിതാക്കന്മാർ അന്ന് വളരെ ശ്രേഷ്ഠമായി കരുതിയിരുന്ന പല സംഗതികൾ അവർ ഉപേക്ഷിച്ചു. അത് പഴയ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് അവരിൽ തന്നെ അവരുടെ തലയിൽ സൂക്ഷിച്ചിരുന്ന ജടകളാണ്. ജടകൾ മുടിവെട്ടാതെ, അത് പ്രത്യേകമായ നേർച്ചയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ജടകൾ അവർ സൂക്ഷിച്ചിരുന്നു. അതവർ കത്തിരിച്ചു കളഞ്ഞു എന്നാണ്. ജടകൾ അവർ മുറിച്ചു കളഞ്ഞു. അതുവരെയുള്ള വിശ്വാസം അവർ തള്ളുകയാണ്, ഉപേക്ഷിക്കുകയാണ്. മറ്റൊരു വിശ്വാസത്തിലേക്ക്, അവർ ശ്രേഷ്ഠമേറിയ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരികയാണ്. തെളിവായി അവരുടെ ജടകൾ മുറിച്ചു മാറ്റി. അന്ന് വരെ അവർ ഉപയോഗിച്ചിരുന്ന ഏതാനും ചില ആളുകൾ, അവിടെയുള്ള എഴുത്തും വായനയും അറിയായിരുന്ന ആളുകൾ, അവിടെ പറഞ്ഞിട്ടുണ്ട്, മന്ത്രതന്ത്രങ്ങളെക്കുറിച്ചുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ അവർ തീയിലിട്ട് ചുട്ടു. അതുവരെ അവർ ദൈവ ആരാധനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ദൈവപ്രീതിക്ക് വേണ്ടിയൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ക്രമങ്ങൾ അവർ ചുട്ടുകളഞ്ഞു. എന്തിനു വേണ്ടിയാ? അത് ഉപേക്ഷിച്ചു. ഞങ്ങൾ മറ്റൊരു ശ്രേഷ്ഠമേറിയ വിശ്വാസം ഞങ്ങൾ സ്വീകരിക്കും. അതുവരെയുള്ള എല്ലാ രീതികളും അവർ ഉപേക്ഷിച്ചു. അതുപേക്ഷിച്ചു തള്ളി. വേദോസത്തിൽ ഇപ്പോഴും പറയുന്നൊരു ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട് കിദ്രോന്തോട്. കിദ്രോന്തോടിൻ്റെ പ്രത്യേകത അറിയാവോ? എപ്പോഴെല്ലാം വിഗ്രഹങ്ങളെ ഉടച്ച് കളയുന്നുവോ, എപ്പോഴെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ വരുമ്പോൾ അതെല്ലാം കൊണ്ട് ഉപേക്ഷിക്കുന്നുവോ, അതെല്ലാം കൊണ്ട് ഇടുന്ന സ്ഥലമാണ് ഏത്? കിദ്രോന്തോട്. നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഓർത്ത് നോക്കുക, പലയിടത്തും ഇതിലുണ്ട്. അവരുടെ ഈ മ്ലേച്ഛ വിഗ്രഹങ്ങളെയും അതുപോലെ കാര്യങ്ങളെല്ലാം കൊണ്ട് എറിഞ്ഞു കളയുന്ന സ്ഥലമാണ് കിദ്രോന്തോട്. എന്ന് പറഞ്ഞ പോലെ ഇവരത് മുഴുവൻ ഉപേക്ഷിച്ചു. ഈ ശ്രേഷ്ഠമേറിയ വിശ്വാസം അവർ സ്വീകരിച്ചു. ഇത് നമ്മൾ ഓർക്കണം. എങ്കിൽ നമ്മുടെ പിതാക്കന്മാർ അത്രയും തീക്ഷ്ണമോടെ സ്വീകരിച്ച വിശ്വാസം അതെന്തുമാത്രം ശക്തിയോടെ ഇന്ന് നമ്മിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഓരോ പ്രതിഷ്ഠാ പെരുന്നാളിലും അത് നമ്മൾ ഓർക്കണം. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. പത്രോസ് അപ്പോസ്തലന്റെ നാമത്തിലാണെന്നല്ലോ ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലനെ അവരെ വിളിക്കുമ്പോൾ അവർ വള്ളവും വലയും അവരുടെ എല്ലാം ഉപേക്ഷിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഉപേക്ഷിച്ചു, യേശുവിനെ പിൻപറ്റി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. അവർ വിട്ട് അനുഗമിച്ചു എന്നാണ് പറയുന്നത്. ആ പത്രോസ് അപ്പോസ്തലനാണ് പറഞ്ഞത്. പത്രോസ് അപ്പോസ്തലന് ഇത് തോന്നി. അന്ന് ഹെൻറി ബേക്കറിനും അതുപോലെ തന്നെ അന്നുള്ള ആശാന്മാർക്കും, അന്ന് അവരെ സഹായിക്കാൻ വന്ന മിഷണന്മാർക്കും തോന്നി, ഇവരെന്തുമാത്രം വിശ്വസിക്കുന്നു എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. യേശു ചോദിച്ചു, ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ നടക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇത്രയും നാളായി. ആൾക്കാരെല്ലാം പല രീതിയിൽ പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത് ഒരു കാര്യമാണ്, നിങ്ങൾ
എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നമ്മൾ സുവിശേഷ വേദഭാഗത്ത് വായിച്ച ഭാഗത്താണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായി ശിഷ്യന്മാർ പറയുന്നുണ്ട്. ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരാളാണ്, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനാണ്, ചിലർ പറയുന്നു യെശയ്യാവാണ്, അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ഏതെങ്കിലും പ്രവാചകന്മാർ ഉയർത്തെഴുന്നേറ്റതായിരിക്കും എന്നൊക്കെ അവർ അഭിപ്രായം പറയുന്നു. യേശു വീണ്ടും ചോദിക്കുകയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങൾ എന്നെ ആരെന്ന് പറയും. അതിന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മുന്നമേ ചാടി പറഞ്ഞായിട്ട് അവരവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ആകർഷനായ ഇഷ്ടപ്പെട്ട യേശു കർത്താവ് പറയാണ്, പത്രോസേ, ഇത് നീ വെറുതെ പറഞ്ഞതല്ല, ഇത് സ്വർഗത്തിലെ ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന പറഞ്ഞു. വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിലെ അംഗങ്ങളായ നിങ്ങളോട് ഇന്നും കർത്താവ് ആ ചോദ്യം ചോദിക്കുന്നു. അല്ലയോ, 175 വർഷം കഴിഞ്ഞ ഇരുമാപ്ര സെൻറ്റ് പീറ്റേഴ്സ് സഭയിലെ ഇടവക അംഗങ്ങളെ, നിങ്ങളെന്നെ ആരെന്ന് പറയും? നിങ്ങളെന്നെ ആരെന്ന് പറയും? നമുക്കും പറയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ഞങ്ങളുടെ പിതാക്കന്മാരെ വെളിച്ചത്തിലേക്ക് നടത്തിയത് നീയാണ്. അത് നിങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു, അതിൽ ഞങ്ങൾ മുറുകെ പിടിക്കും. നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ ആ അജയ്യമായ ശക്തിയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. പത്രോസ് അപ്പോസ്തലൻ തന്നെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാവിധമായ സംഗതികളെയും ഉപേക്ഷിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് പറ്റുമാനമില്ലാത്തവരാണ് ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തോട് പറ്റുമാനമില്ലാത്തവരായി, മറ്റൊരു ലോകത്തെ കാക്ഷിക്കുന്നവരായി, അതിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നവരായി നിങ്ങൾ തീരണം എന്ന അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കും. പ്രിയമുള്ളവരെ, ആധുനിക ലോകത്ത് നമുക്കും അത് തന്നെ ലക്ഷ്യം വെക്കാം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ മറ്റൊരു ലോകം നമുക്കുണ്ട്, ഒരു രാജ്യം നമുക്കുണ്ട്. യേശു നമുക്ക് ചൂണ്ടിക്കാണിച്ച, കർത്താവ് നമുക്ക് ചൂണ്ടിക്കാണിച്ച ആ രാജ്യം, ആ ഇടം, ആ വാസസ്ഥലമുണ്ട് എന്നുള്ള ഉറപ്പോടെ നിശ്ചയത്തോടെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വേർപെട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. വേർപെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അതിന് അനുഗുണമായിട്ടുള്ള യാത്ര തുടരേണ്ടത് ആവശ്യമാണ്. അവിടെ ലേഖനഭാഗം വായിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വചനം അറിയായകയാൽ അവരെന്ത് ചെയ്യുന്നു? ജനം തെറ്റിപ്പോകും. വചനം അറിയായകയാൽ തെറ്റിപ്പോകും. വചനം അറിഞ്ഞിട്ട് തെറ്റിപ്പോയാലോ എന്നാ ചെയ്യാൻ പറ്റും? അപ്പോൾ ശരിയായിട്ടുള്ള അറിവാണോ? അല്ല. വചനം അറിഞ്ഞിട്ട് തെറ്റിപ്പോയാലും ശരിയായിട്ടുള്ള അറിവല്ല, അറിവുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വചനം മനസ്സിലാക്കി ഇടറിപ്പോകാതെ മുമ്പോട്ട് പോകാൻ 2024 175ാമത് പ്രതിഷ്ഠാന പെരുന്നാളിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവവചനം പഠിക്കാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വചനത്തെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ചൊക്കെയും പറഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി, വേദോസം വായിക്കുന്നവർ, വിശ്വാസികൾ വേദോസം വായിക്കുമ്പോൾ, ദൈവമക്കൾ വേദോസം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവർ ദൈവത്തിലുള്ള വിശ്വാസം ഉള്ളവരായിരിക്കും. ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ദൈവവചനം പഠിക്കാവൂ. എൻ്റെ ഒരു പക്ഷമാണ്. ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഇല്ലാത്തവർ എന്ത് ചെയ്യരുത്? ദൈവവചനം പഠിക്കരുത് എന്ന് പറഞ്ഞാൽ കീറിമുറിച്ച് പഠിക്കരുത് എന്നർത്ഥം. ദൈവവിശ്വാസം ഇല്ലാത്തൊരു ദൈവസ്ഥം വായിക്കാം, അവർ വായിച്ചു പൊക്കോളും, പഠിച്ചോട്ടെ. ഞാൻ പറഞ്ഞത്, ദൈവവിശ്വാസമുള്ള ആളുകൾ പ്രായഭേദമന്യേ അവർ വായിക്കാനും പഠിക്കാനും തുടങ്ങുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അവർക്കില്ലെങ്കിൽ അവർ ഇതിൻ്റെ അപ്പുറവും പറഞ്ഞെന്ത് ചെയ്യും? അവരുള്ള വിശ്വാസം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് പലപ്പോഴും സെമിനാരികളൊക്കെ പോയി ആൾക്കാരെ പഠിച്ചിട്ട് വരുമ്പോൾ അവർ ഈശ്വരവാദികളല്ല നിരീശ്വരവാദികളായിട്ട് എന്ത് ചെയ്യുന്നത് മാറും. കേട്ടിട്ടുണ്ടാവാണ്. അത് തന്നെ പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ, പൗലോസേ അല്ലെങ്കിൽ സൗലേ, നിനക്ക് വിദ്യ ബഹുത്വത്താൽ നിനക്ക് ചിത്തഭ്രമം പറ്റിയിട്ടുണ്ട്, ബുദ്ധിക്ക് എന്താ കുഴപ്പമില്ല, അത്രയും പഠിത്തമാണ് നിനക്കുള്ളത്, അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. അപ്പോൾ അല്ലല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല, ഞാൻ യഥാർത്ഥമായുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറയട്ടെ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനമാണെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ വചനം വായിക്കും.
അവിടെ മറുചോദ്യങ്ങൾക്ക് അവകാശമില്ല എന്ന് മറന്നു പോകാൻ. കാരണം വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധാരണ വിശ്വാസികൾക്ക് സാധ്യമല്ല. കാരണം അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാനോ തെളിയിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവിശ്വാസമുള്ള സഭാമക്കൾ അവർ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും പ്രായത്തിൽ കൂടിയവരാണെങ്കിലും കുറഞ്ഞവരാണെങ്കിലും ഈ ദൈവത്തിൽ അചഞ്ചലമായി വിശ്വാസം അർപ്പിച്ചെന്ത് ചെയ്യുക, ആ ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള വിശ്വാസത്തോടെ എന്ത് ചെയ്യുക, വായിക്കും. വിശ്വാസത്തോടെ വചനം വായിക്കും. എങ്കിൽ മാത്രമേ നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 175 വർഷം നമ്മൾ പിന്നിടുമ്പോൾ ഇന്നത്തെ പുത്തൻ തലമുറ ഓർക്കേണ്ട കാര്യം, നമ്മുടെ പിതാക്കന്മാർ ഈ വചനം സ്വീകരിച്ചു. അറിവിന് വേണ്ടി ഈ വചനം സ്വീകരിച്ചു. ആ അറിവ് അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. ഇന്ന് നാം കാണുന്ന ഈ അനുഗ്രഹങ്ങൾ കാരണമായി. സഭയായിട്ട് നമ്മൾ പറയുമ്പോൾ ഇതൊരു ചെറിയൊരു തുടക്കമായിരുന്നു. അന്ന് സഭാചരിത്രത്തിൽ, മിഷനറി ചരിത്രത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വളരെ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു മിഷൻ പ്രവർത്തനങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈസ്റ്റ് കേരള മഹാഡ ഒരു മഹാഡവയായി രൂപപ്പെട്ടു നിൽക്കുമ്പോൾ അതിന് നാന്ദിയായി തീരുന്ന നമ്മൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ ഏരിയയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ന് മറന്നു പോകാൻ. ഈസ്റ്റ് കേരള മഹാഡവയിൽ ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ദേവാലയങ്ങൾ ആദ്യമായി പണിത മിഷണറി വര്യന്മാരിൽ ഏറ്റവും അഗ്രഗണ്യൻ ഈ റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയറാണ്. ഈ ദേവാലയം മീൻസ് ഇവിടെ സഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. നമ്മുടെ ഈ ഏരിയയിൽ ഏതാണ്ട് 7ഓളം പള്ളികൾ അദ്ദേഹം തന്നെ ആരാധനയ്ക്കായിട്ട് സഭകൾ സ്ഥാപിക്കുകയോ പ്രാർത്ഥനകൾ തുടങ്ങുകയോ ആരാധനകൾ തുടങ്ങുകയോ ചെയ്തിട്ടുണ്ട്. പീരുമേട് മേഖലകളിൽ അത് അദ്ദേഹത്തിൻ്റെ വിഹാരരംഗമായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആളുകൾ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ അവരവിടെ താമസിച്ചിരുന്നു. എസ്റ്റേറ്റ് അവർ നടത്തിയിരുന്നു. ബോണാമി അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബോണാമിയുടെ മണ്ണിൽ അദ്ദേഹം നടന്ന അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ പതിഞ്ഞിടമാണ് ബോണാമി എന്ന് പറയുന്നത്. പീരുമേട് പള്ളി അദ്ദേഹം സ്ഥാപിച്ചത് ഇന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയായിട്ട് നിലനിൽക്കുന്നു. ചരിത്ര സ്മാരകമായിട്ട് അത് നിലനിൽക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് പ്രിയമുള്ളവർ. അതിനുശേഷമാണ് ബാക്കിയുള്ള മിഷണറിമാർ വന്നത്. എഫ് പെയിൻ്ററും അതുപോലെ തന്നെ ആർച്ച് ഡീക്കൻ കെയ്ലിയും, അതിനും പിന്നീടും വളരെ വർഷങ്ങൾക്ക് ശേഷം ജെ.എച്ച്. മാഷിനും നമ്മുടെ മഹാട് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്തു, സഭകൾ സ്ഥാപിച്ചു. ഇന്ന് നമ്മെ ഇത്രയും വലിയ ഒരു സമൂഹമായി നിർത്തിയിരിക്കുക. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നുപോകുക. ഈ കാലഘട്ടങ്ങളിൽ അതിനെ ചോദ്യം ചെയ്യുന്ന അനേക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊന്നുമല്ല, സുവിശേഷമൊന്നുമല്ല നമുക്ക് ഈ പുരോഗതി കൊണ്ടുവന്നത്, ദൈവമല്ല, ദൈവവിശ്വാസമല്ല എന്ന് പറയുന്ന ഒരു പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം അത് നമ്മുടെ പിതാക്കന്മാരെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിപ്പാണ്ട് തരമില്ല. കഴിഞ്ഞ തവണ ബിഷപ്പ് 1-2 പേര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഇരുമാപ്ര എന്ന് പറയുന്ന പ്രദേശം, എനിക്ക് അവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ, നിങ്ങൾ അറിയുന്ന പോലെ ഇരുമാപ്രയുടെ ചേരിക്കൽ തന്നെയാണ് ബിഷപ്പ് ഹൗസ് പണിയാനായിട്ട് സഭ വിട്ടുകൊടുത്തു. അവിടെ നോക്കുമ്പോൾ ഈ കാണുന്നിടത്ത് അവിടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള കുന്നും പ്രദേശങ്ങൾ മാത്രമാണ് ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ആദ്യമായിട്ട് ഒരു സ്കൂള് സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റുമാനൂർ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ഏറുമാടത്തെ താമസിക്കുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടായിരുന്നു. ചരിത്രമാണ്. നമ്മളതിനകത്ത് ചൂളേണ്ട കാര്യമില്ല, അത് ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തും വിദ്യാഭ്യാസ സ്ഥാപനമില്ല എന്നപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. കാരണം താഴെ പ്രദേശങ്ങളിൽ ആളുകളില്ലായിരുന്നു. ആളുകളുണ്ടെങ്കിലേ പഠിപ്പിച്ചിട്ട് കാര്യം അല്ലേ, അതാണ് പ്രത്യേകത. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ പൈനിയേഴ്സാണ് നമ്മൾ, മുൻനിരക്കാരാണ്, ഒന്നാമതുള്ള ആൾക്കാരാണ്. മറന്നു പോകരുത്. നമ്മുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകേണ്ട ചുമതലയും നമുക്കുണ്ട്. അത് നമ്മുടെ തലമുറകൾക്കായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അത് അങ്ങനെ തന്നെ വരട്ടെ. എന്തിനു വേണ്ടി? ഈ ദൈവത്തെ കണ്ടുമുട്ടിയ ദൈവത്തെ അവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ അത് നമുക്കിടയായി തീരണം. അത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വരിക ദേവാലയത്തിൽ പ്രാർത്ഥനാപൂർവം, വരിക ദേവാലയത്തിൽ പ്രാർത്ഥനാപൂർവം. ദേവാലയത്തിലേക്ക് പോകുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വരിക. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. ദൈവത്തോട് പറയണം, ദൈവമേ, അങ്ങനെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ആവശ്യം ഇതാണ്. പറയണം ദൈവത്തോട്. അത് കേൾക്കുന്നൊരു ദൈവം ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ കാത്, ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ ഹൃദയം ഉള്ള ഒരു ഇടമാണ് ദൈവാലയം. പറയണം. നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ?
നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ദേവാലയത്തിൽ വരുന്നുണ്ടോ? അതോ നമ്മുടെ ഡെയിലി റൊട്ടീനാണോ ഇത്? ആഴ്ചയിൽ 7-ാം ദിവസം ഒന്ന് പോകണം, പോയില്ലേലും കുഴപ്പമില്ല, സമയം സന്ദർഭം ഉണ്ടെങ്കിൽ പോവുക. അതൊരു വിശ്വാസിക്ക് പറ്റിയതല്ല, ഒരു ദൈവവൈദ്യന് പറ്റിയതല്ല. അവൻ അതിനുവേണ്ടി കാത്തിരിക്കണം. വിശുദ്ധ ദിവസനായി ഒരുക്കത്തോടെ അവൻ വരണം ഇവിടെ ദേവാലയത്തിൽ. അവൻ്റെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ അത് ദൈവത്തോട് അവൻ നേരിട്ട് പറയണം. ആരാധനയ്ക്ക് മുമ്പേ ദേവാലയത്തിൽ വരണം, ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്നതാണ് എൻ്റെ ആവശ്യം, എൻ്റെ മക്കളുടെ ആവശ്യം ഇതാണ്, എൻ്റെ ഭാര്യയുടെ ആവശ്യം ഇതാണ്, എൻ്റെ ഭർത്താവിൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ വീടിൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ രാജ്യത്തിൻ്റെ ആവശ്യം ഇതാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്. കാരണം സർവ്വസ്ഥല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അതിനെയൊക്കെ അതിൻ്റെ പിന്നിൽ എല്ലാ അധികാരങ്ങൾക്കും പിന്നിൽ അദൃശ്യമായ കരങ്ങളുള്ള ഈ ദൈവത്തെ ആരാധിപ്പാൻ ആ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ ആ ദൈവത്തോട് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈ കാര്യം പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആര് പ്രാർത്ഥിക്കും? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. ഓർക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്ന് മറന്നു പോകരുത്. ആ ഒരു കടമ നമ്മൾ മറന്നു പോകരുത്. അതിനുവേണ്ടി 175 വർഷം മുമ്പ് ദൈവം നമുക്ക് ആരാധിക്കാൻ ഒരു ഇടം തന്നിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരെ ദൈവം വിളിച്ചു. അവരുടെ ജീവിതത്തിനായി ദൈവത്തിന് കൊടുക്കുക മഹത്വം. ദൈവമേ നന്ദി എന്ന് പറയുക. നമ്മുടെ സൗകര്യം അനുസരിച്ചല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? അതെല്ലാം ഇതിനെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കുക. എന്താണ് ദൈവമേ നിൻ്റെ ഇഷ്ടം? എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്താണ് എന്നിലുള്ളത്? കാണിച്ചു തരണമേ, ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കുക. 175 വർഷം പിന്നിടുമ്പോൾ ദൈവമേ, ഇന്ന് ഞങ്ങൾ സുഖമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഇരിക്കുക, അല്ലേ? സുഖമായിട്ടിരിക്കുക. പാടുകയാണ്, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വരേരം കാണിക്കാൻ വേണ്ടിയല്ല. വരിക, മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക. ദൈവം, ഇതാണ് എൻ്റെ ആവശ്യം, എൻ്റെ സഭയുടെ ആവശ്യം ഇതാണ്. അവിടെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും, നമ്മളെ നേർവഴി നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യേശു കർത്താവ് പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. ആലയത്തെ ജയിക്കാൻ, ദൈവ ആരാധനയെ ജയിക്കാൻ ഒരു പാതാള ഗോപുരങ്ങൾക്കും സാധ്യത. വിശ്വസിക്കാം ദൈവത്തെ, ആശ്രയിക്കാം ദൈവത്തിൽ, വരാം ദൈവാലയത്തിൽ, പ്രാർത്ഥിക്കാം, പുതുശക്തി പ്രാപിച്ച് നമുക്ക് തിരികെ പോകാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനായിട്ട് ദിനം തോന്നി സഹായിക്കുകയും ശക്തിരിക്കുകയും ചെയ്യും. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനമോത്തവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.